നമസ്കാരം, കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം ടൗണിൽ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ബൈക്ക് യാത്രക്കാർ കടന്നുകളഞ്ഞു. അപകടത്തിൽ കിഴകൊമ്പ് നടപ്പറമ്പിൽ ടോമി കാലിനും വാരിയലിനും പരിക്കേറ്റ് ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 25-ന് പുലർച്ചെ 1 മണിയോടെ കൂത്താട്ടുകുളം സെൻട്രൽ കവലയ്ക്ക് സമീപത്താണ് സംഭവം. തട്ടുകട ജീവനക്കാരനായ ടോമി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എതിരെ വന്ന ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ ഓടിച്ചുപോയി. നാട്ടുകാരാണ് ടോമിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പരാതി നൽകിയെങ്കിലും പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യം. എൻ്റെ പേര് ടോമി ജോർജ്. ഞാനും കൂത്താട്ടുകുളം സൈച്ചേട്ടൻ്റെ തട്ടുകടയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ്. ഞാൻ കഴിഞ്ഞ 25-ാം തീയതി, അതായത് 24-ാം തീയതി വൈകിട്ട്, അതായത് 25-ാം തീയതി രാവിലെ 12:50-51 ആയപ്പോഴത്തേക്കാണ് അവിടെ ജോലി കഴിഞ്ഞ് പോരുന്നത്. ഒരു 12:50-53 ആയപ്പോഴത്തേക്കും കൂത്താട്ടുകുളം സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് എന്നെ ഒരു ബൈക്ക് ഒരു ബുള്ളറ്റ് വന്നിടിക്കുകയും ഞാൻ വീഴുകയും ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള പരാതികളൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, മൊഴിയും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ അന്വേഷണത്തിൽ ഇടിക്കുന്നതായിട്ട് ദൃശ്യം കണ്ടു, പക്ഷേ വണ്ടിയൊന്നും കണ്ടു കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് വേണ്ട എല്ലാ നടപടികളും എടുക്കാനുള്ള ഒരു പദ്ധതിയിലേക്കാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം എനിക്ക് ചികിത്സയ്ക്കായിട്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്തത് ദേവമാതാ ഹോസ്പിറ്റലാണ്. അവിടെ അന്ന് ഓർത്തോ ഇല്ലാത്തതുകൊണ്ട് അന്നും ഇല്ല. പിറ്റേ ദിവസം ഞായറാഴ്ചയും ഓർത്തോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം ഞാൻ തൊടുപുഴ കരുണ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുകയും അവിടുന്ന് പ്ലാസ്റ്റർ ഇട്ട് രണ്ട് കാലിന്, അതായത് ഒരു കാലിൻ്റെ വലതുകാലിൻ്റെ കണ്ണയ്ക്കും ഇടതുകാലിൻ്റെ പാദത്തിനും പൊട്ടലുണ്ട്. അതുകൊണ്ട് എൻ്റെ വാരിയലിനും പൊട്ടലുണ്ട്. ഞാനിപ്പം പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കിടക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേക്കുറിച്ച് എന്നെ വിളിച്ച് ചോദിക്കുകയോ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലോ എന്ന് പോലും നമുക്കറിയാമല്ല. അതുകൊണ്ട് അതേക്കുറിച്ച് അതൊന്ന് അന്വേഷിച്ച് പറക്കി എൻ്റെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.